السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولكل أمة جعلنا منسكا ليذكروا اسم الله على ما رزقهم من بهيمة الأنعام فإلهكم إله واحد فله أسلموا وبشر المخبتين. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, കാരുണ്യവാനായ പടച്ചതമ്പുരാൻ നമ്മുടെ മജ്‌ലിസിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ പള്ളിയിൽ നമ്മെ ഒരുമിച്ചതുപോലെ നാളെ അവന്റെ സ്വർഗീയ ആരാമത്തിലും അല്ലാഹു നമ്മെ എല്ലാവരെയും ഒരുമിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ സംഭവിച്ചു പോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും പടച്ചതമ്പുരാൻ അവന്റെ വിശാലമായ കാരുണ്യം കൊണ്ട് മാപ്പാക്കി തരുമാറാകട്ടെ. ബാക്കിയുള്ള ആയുസ്സിൽ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാനും അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിതത്തിൽ പാലിക്കാനും അവസാനം ഈമാനോടുകൂടി ലോകത്തോട് വിട പറയാനും അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. വീടുകളിലും ആശുപത്രികളിലൊക്കെ കഴിയുന്ന ധാരാളം രോഗികൾ എല്ലാവർക്കും അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടം കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹു അത് വീട്ടാനുള്ള മാർഗങ്ങൾ എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. ലോകത്ത് യുദ്ധക്കെടുതിയുടെ പേരിൽ മറ്റും പ്രയാസം അനുഭവിക്കുന്ന ധാരാളം മനുഷ്യർ, അല്ലാഹു എല്ലാവർക്കും ആശ്വാസവും സമാധാനവും നൽകുമാറാകട്ടെ. നന്മയുടെ ശത്രുക്കളായ അമേരിക്കയ്ക്കും ഇസ്രായേലിനും അല്ലാഹു പരാജയം കൊടുക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, ഈ വർഷത്തെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ഹാജിമാർ മിക്കവരും പരിശുദ്ധമായ പുണ്യഭൂമിയിൽ എത്തിക്കഴിഞ്ഞു. അല്ലാഹു എല്ലാ ഹാജിമാരുടെയും ഹജ്ജ് സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം ഏതാണ്ട് തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ നമുക്ക് ആരംഭിക്കും. വളരെ പവിത്രമായ ദിനരാത്രങ്ങളിലേക്കാണ് 2-3 ദിവസത്തിനകം നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. പലപ്പോഴും നമ്മൾ ഈ ദിനരാത്രങ്ങളുടെ പവിത്രതയെക്കുറിച്ച് വേണ്ട രീതിയിൽ ബോധവാന്മാരാവുകയോ അല്ലെങ്കിൽ അതിനെ പരിഗണിക്കേണ്ട രീതിയിൽ സാധാരണ രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നുള്ളത് ദുഃഖകരമായൊരു വസ്തുതയാണ്. സത്യത്തിൽ ദുൽഹിജ്ജ് മാസം പിറക്കുന്നതോടുകൂടി വലിയ ഐശ്വര്യത്തിന്റെ ദിനരാത്രങ്ങളാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിനരാത്രങ്ങളുടെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് സത്യം ചെയ്യാൻ വേണ്ടി അല്ലാഹു ഈ ദിനരാത്രങ്ങൾ ഉപയോഗപ്പെടുത്തിയത്. സൂറത്തുൽ ഫജ്റിന്റെ തുടക്കം തന്നെ വൽ ഫജ്രി വലയാലിൻ അശ്ർ, ബലിപെരുന്നാളിന്റെ പ്രഭാതത്തെ തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ, 10 രാത്രികളെ തന്നെയാണ് സത്യം. റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ, അല്ലാഹു ഇവിടെ സത്യം ചെയ്ത ഈ 10 ദിവസങ്ങൾ ദുൽഹിജ്ജന്റെ ആദ്യ ദിവസങ്ങളാണ് എന്നാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യാൻ വേണ്ടി ഈ ദിവസങ്ങളെ തെരഞ്ഞെടുത്തു എന്നതിൽ നിന്ന് തന്നെ ദുൽഹിജ്ജന്റെ ഈ 10 ദിവസങ്ങളുടെ ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ദുനിയാവിൽ മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ദുൽഹിജ്ജന്റെ 10 ദിവസങ്ങൾ. അഫ്ളലു അയ്യാമി ദുനിയ എന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ ദുനിയാവിൽ ഇതേപോലെ ശ്രേഷ്ഠമായ വേറെ ദിവസങ്ങളില്ല.
അത്രമേൽ പ്രാധാന്യമുള്ള ദിവസമാണ് നമ്മളിലേക്ക് വരാനിരിക്കുന്നത്. എന്താണ് ഈ 10 ദിവസങ്ങൾക്ക് ഇത്ര മഹത്വം ഉണ്ടാകാൻ കാരണം? പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അതിപ്രധാനമായ ആരാധനകളെല്ലാം ഈ 10 ദിവസത്തിൽ വരുന്നു എന്നുള്ളതാണ് ഇതിന്റെ കാരണം. അത് റമദാനിന്റെ അവസാനത്തെ 10-ൽ പോലും വരില്ല. പരിശുദ്ധ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തുകൾ, നമസ്കാരം, അത് ഈ 10 ദിവസങ്ങളിലുണ്ട്. സുന്നത്ത് നമസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബലിപെരുന്നാൾ നമസ്കാരം അത് വരുന്നുണ്ട്. അതേപോലെ തന്നെ ദാനധർമ്മം, സദഖ, വർഷത്തിൽ സക്കാത്ത് കൊടുക്കാൻ, സദഖ കൊടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യ ദിവസങ്ങളാണ് ദുൽഹിജ്ജിന്റെ ആദ്യത്തെ 10 ദിവസം. അതുപോലെ തന്നെ അതിപ്രധാനമായ ഹജ്ജ് കർമ്മം ഈ ദിവസത്തിലുണ്ട്. ഈ ദിവസങ്ങളിലാണ് അത് നടക്കുന്നത്. ഇങ്ങനെ എടുത്തു നോക്കിയാൽ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം നോമ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണിത്. യഅദിലു സിയാമു കുല്ലി യൗമിൻ മിൻഹാ ബിസിയാമി സന. ദുൽഹിജ്ജിന്റെ 10 ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുന്ന ഓരോ നോമ്പിനും ഒരു വർഷത്തെ പ്രതിഫലമാണ്. ഇല്ലാ സൗമു അറഫ, അറഫ ദിവസം ഒഴികെ. അറഫയുടെ നോമ്പിന് 2 വർഷത്തെ പ്രതിഫലമാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുൽഹിജ്ജിന്റെ ആദ്യ 10 ദിവസങ്ങളിൽ നോമ്പ് പിടിക്കുന്ന പതിവുണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട ഇബാദത്തുകളും ഈ 10 ദിവസങ്ങളിൽ വരുന്നുണ്ട്. റമദാനിലാണെങ്കിൽ ഹജ്ജ് വരൂല. അപ്പൊ അതുകൊണ്ടാണ് ഈ 10 ദിവസങ്ങൾക്ക് ഇത്രമേൽ പ്രാധാന്യം കൽപ്പിക്കപ്പെടാനുണ്ടായ കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹ്. സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പടച്ച തമ്പുരാൻ ഇഷ്ടപ്പെട്ട മറ്റൊരു ദിവസവുമില്ല മിൻ ഹാദിഹിൽ അയ്യാം, ഈ 10 ദിവസങ്ങളേക്കാൾ. അള്ളാഹു ഏറ്റവും കൂടുതൽ സൽക്കർമ്മം ഇഷ്ടപ്പെടുന്ന ദിവസങ്ങളാണ് ദുൽഹിജ്ജിന്റെ 10 ദിവസങ്ങൾ. അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, വൽ ജിഹാദു യാ റസൂലല്ലാഹ്, ഒരു മനുഷ്യൻ ജിഹാദ് ചെയ്യുന്നതും ഈ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന ഇബാദത്തിനേക്കാൾ ശ്രേഷ്ഠമല്ല നബിയെ? ജിഹാദല്ലേ പുണ്യകർമ്മം? അതിന് പ്രവാചകൻ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരം പോലും ഈ ദിവസത്തിലെ ഇബാദത്തിന് തുല്യമല്ല. ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി വലം യർജി ബിശൈഇൻ മിൻ ദാലിക. ഒരു മനുഷ്യൻ രണാങ്കളത്തിലേക്ക് പുറപ്പെട്ടു, അവൻ അവന്റെ ശരീരത്തെ അവിടെ വെച്ച് പടച്ചവന് വേണ്ടി കൊടുത്തു, അവൻ ഷഹീദായി, അവന്റെ സമ്പത്തും അവൻ പടച്ചവന് വേണ്ടി കൊടുത്തു. ഈ മനുഷ്യനെ മാറ്റി നിർത്തിയാൽ സാധാരണ ഒരു മുജാഹിദിനേക്കാൾ, അവൻ ചെയ്യുന്ന ത്യാഗത്തേക്കാൾ വലുതാണ് ഈ 10 ദിവസങ്ങളിൽ ഒരു വിശ്വാസിയായ മനുഷ്യൻ ചെയ്യുന്ന ഇബാദത്തുകൾ എന്നുള്ളത്. സഹാബാക്കൾ ചോദിച്ചു, ഞങ്ങൾ എന്ത് ഇബാദത്താണ് നബി ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ടത്? അപ്പോൾ പ്രവാചകൻ തിരുമേനി പറഞ്ഞ മറുപടി, ഫഅക്ഫിറു ഫീഹിന്ന മിനത് തസ്ബീഹി വത്തഹ്മീദി വത്തഹ്ലീൽ. നിങ്ങൾ സാധാരണ ഇബാദത്തുകൾക്ക് പുറമെ കൂടുതലായി നിങ്ങൾ ഈ 10 ദിവസങ്ങളിൽ ചെയ്യേണ്ടത്, നിങ്ങൾ തസ്ബീഹുകൾ അധികരിപ്പിക്കുക, തഹ്മീദുകൾ അധികരിപ്പിക്കുക, തഹ്ലീലുകൾ അധികരിപ്പിക്കുക. ഇതാണ് ഈ 10 ദിവസത്തെ അതിപ്രധാനമായൊരു ആരാധന എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഈ 4 കലിമത്തുകൾ അധികമായി 10 ദിവസങ്ങളിൽ പറയുക. പരിശുദ്ധ റമദാൻ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ഒരു മാസമാണ്. റമദാനിന്റെ പ്രത്യേകത ഖുർആൻ ഇറങ്ങി എന്നുള്ളതാണ്. ദുൽഹിജ്ജ മാസം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ട മാസമാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ലോകത്തെ 2ാമത്തെ മനുഷ്യനാണ്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1ാമത്തെ മനുഷ്യനാണ്. 1ാമത്തെ മനുഷ്യൻ അല്ലാഹു കൊടുത്തത് ഖുർആനാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർബഉ കലിമാത്തിൻ ബഅദൽ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായത് 4 വചനങ്ങളാണ്. ഖുർആനെ മാറ്റിവെച്ചാൽ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ 4 വചനങ്ങളുണ്ട്. ഒന്ന് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഈ 4 വചനങ്ങളാണ്. ഇത്രയും ശ്രേഷ്ഠമായൊരു മറ്റൊരു വചനം ഖുർആനിന് ശേഷം വേറെ ഇല്ല. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ ഉറങ്ങുന്നതിന് മുമ്പ് ഇത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ അവനൊരു ഹജ്ജ് ചെയ്ത കൂലി അല്ലാഹു തആല കൊടുക്കും. ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ അത് എത്ര എളുപ്പമാണ് കാര്യം. ഇതാണ് നമ്മൾ ഈ കൂടുതലായി ഈ ദുൽഹിജ്ജിന്റെ 10 ദിവസങ്ങൾ നമ്മൾ അധികരിപ്പിക്കേണ്ട ഈ 4 കലിമത്തുകളാണ്. അതേപോലെ തന്നെ ഈ 10ന്റെ പ്രത്യേകത എന്നുള്ളത് നമുക്കറിയാം. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജിന്റെ 34 മുതൽ 38 വരെയുള്ള 4 ആയത്തുകൾ അതിവിശാലമായി
ചർച്ച ചെയ്യുന്നൊരു വിഷയമുണ്ട്. ഒലിക്കുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസക, എല്ലാ സമുദായത്തിനും നാം ഒരു ബലി നിശ്ചയിച്ചിട്ടുണ്ട്. ബലി നിശ്ചയിക്കാത്തൊരു സമൂഹവും കഴിഞ്ഞു പോയിട്ടില്ല. ബലിദാനം എല്ലാ സമൂഹത്തിനും അള്ളാഹു കൊടുത്തൊരു ഇബാദത്താണ് ഖുർബാൻ, ബലി. എന്തിനാണ് നാം ബലി നിശ്ചയിച്ചു കൊടുത്തത്? ലിയദ്കുറു സ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. നാം അവർക്ക് നൽകിയ നാൽക്കാലികൾ, ഈ നാൽക്കാലികളുടെ മേൽ അള്ളാഹുവിന്റെ ദിക്ർ പറയാൻ വേണ്ടി, ബിസ്മി ചൊല്ലി അവകളെ അറക്കാൻ വേണ്ടി. നാൽക്കാലികൾ എന്ന് പറയുന്നത് പടച്ചാമ്പുരാൻ നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. മൃഗങ്ങളുടെ മാംസം, മൃഗത്തിന്റെ പാല്, അത് മനുഷ്യനൊരിക്കലും മാറ്റി നിർത്താൻ കഴിയില്ല. പാലെന്നുള്ളത് മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ മാറ്റി നിർത്താൻ കഴിയാത്തൊരു ഭക്ഷണമാണ് പാല്. അത് ഭക്ഷണവുമാണ്, അത് പാനീയവുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പാല് നല്ല പ്രോട്ടീനുള്ള ഒരു സാധനമാണ് പാല്. അതുകൊണ്ടാണ് പാല് ബന്ധിനും ഹർത്താലിനും പോലും പാലിന് മുടക്കില്ല. പാലും പത്രവും അതിൽ നിന്ന് ഒഴിവായിരിക്കും. കാരണം പാല് മനുഷ്യന് മാറ്റി നിർത്താൻ കഴിയില്ല. ഈ പാല് കുടിക്കുന്നതിന് പടച്ചതമ്പുരാനോട് നന്ദിയാണ് ഒരു മനുഷ്യൻ നടത്തുന്ന ബലിദാനം, ഉദ്ഹിയ്യത്ത് എന്നുള്ളത്. അതുപോലെ മാംസഭക്ഷണം, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മാംസഭക്ഷണം ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതം തന്നെയാണ്. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ തന്റെ വിവേകാനന്ദ സാഹിത്യ സർവസത്തിൽ പറഞ്ഞത്, നിങ്ങൾക്ക് മനസ്സിന് തോന്നുമ്പോൾ നിങ്ങൾക്ക് വെജിറ്റബിൾ കഴിക്കാം, എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ ആരോഗ്യം വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാളയുടെ മാംസം കഴിക്കണമെന്ന് സ്വാമി വിവേകാനന്ദൻ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യ ശരീരത്തിന്റെ ആരോഗ്യത്തിന് മാംസാഹാരം എന്നുള്ളത് ഒഴിച്ചു നിർത്താൻ കഴിയില്ല. അല്ലാഹു പറയാണ്, ഞാൻ നിങ്ങൾക്ക് ഇതിനെ അനുവദിച്ചു തന്നതിന് നന്ദിയായിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ബലിയർപ്പിക്കണം. ലിയദ്കുറു സ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഫഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ എല്ലാവരുടെയും ഇലാഹു ഒരു ഇലാഹാണ്. പൂർവിക സമൂഹത്തിന്റെ ഇലാഹ് ഞാനാണ്, നിങ്ങളുടെ ഇലാഹ് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ഫലഹു അസ്ലിമു, ആ പടച്ചതമ്പുരാന് വേണ്ടി നിങ്ങൾ കീഴ്പ്പെടണം, അവനെ അനുസരിക്കണം. വബശ്ശിരിൽ മുഖ്ബിതീൻ, നബിയെ വിനയമുള്ളവർക്ക്, ഞാനൊരു കാര്യം പറയുമ്പോൾ വിനയത്തോടെ അത് അനുസരിക്കുന്നവർക്ക് താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുക. എത്ര കൃത്യമായിട്ടാണ് പടച്ചതമ്പുരാൻ നമ്മളോടൊരു ബലിയിറക്കാൻ വേണ്ടി പറയുന്നത്. ഞാനൊരു കാര്യം പറയുമ്പോൾ അത് വിനയത്തോടെ അംഗീകരിക്കുന്ന, അനുസരിക്കുന്ന ആളുകൾ, ബലിയിറക്കാൻ തയ്യാറാകുന്ന ആളുകൾ, അവരോട് താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുക. എന്നിട്ട് അല്ലാഹു തആല പറയുന്നുണ്ട്, അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത്തു ഖുലൂബുഹും. ആരാണെന്നറിയുമോ? അള്ളാഹുവിനെ കുറിച്ച് അവരോട് പറയപ്പെട്ടാൽ, അള്ളാഹു ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ബലിയിറക്കണമെന്ന് പടച്ചോൻ പറഞ്ഞിട്ടുണ്ടെന്ന് അവരോട് പറയപ്പെട്ടാൽ വജിലത്ത് കുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പിടയ്ക്കാൻ തുടങ്ങും. അള്ളാഹു ഇത് ചെയ്യണമല്ലോ, നീ പറഞ്ഞതല്ലേ, ഞാൻ അനുസരിക്കണമല്ലോ എന്നുള്ള ചിന്ത അവരുടെ മനസ്സിലുണ്ടാകും. വസ്സാബിരീന അലാ മാ അസ്വാബഹും, എന്തെല്ലാം ബുദ്ധിമുട്ട് വന്നാലും, ഈ വർഷം സാമ്പത്തികമായി എത്ര പ്രയാസം ഉണ്ടെങ്കിലും അതൊക്കെ ക്ഷമിച്ച് സഹിച്ച് ബലിദാനത്തിന് വേണ്ടിയുള്ള പൈസ മാറ്റിവെക്കും. നിസ്കാരം കൃത്യമായി നിലനിർത്തുകയും ചെയ്യും. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, ഞാൻ നൽകിയ സമ്പത്തിൽ അവർ ചെലവഴിക്കുകയും ചെയ്യും. ഞാൻ ബലിയിറക്കാൻ പറഞ്ഞാൽ അവരത് പിശുക്ക് കാണിക്കൂല, അവരത് ചെലവഴിക്കും. എന്നിട്ട് അല്ലാഹു തആല പറയുന്നുണ്ട്, വൽബുദന ജഅൽനാ ലക്കും മിൻ ശആയിരില്ലാഹ്, ഒട്ടകം അല്ലാഹുവിന്റെ ചിഹ്നമാണ്. ഒട്ടകത്തെ നിങ്ങൾ ബലിയിറക്കണം, അത് അല്ലാഹുവിന്റെ ചിഹ്നമാണ്. ലക്കും ഫീഹാ ഖൈറുൻ, അതിൽ നിങ്ങൾക്ക് ധാരാളം നന്മകളുണ്ട്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നുണ്ട്, നിങ്ങൾ ആ ഒട്ടകങ്ങളെ അണിയണിയാക്കി നിർത്തിക്കൊണ്ട് ആ ഒട്ടകങ്ങളെ നിങ്ങൾ ബലിപെരുന്നാൾ ദിവസത്തിൽ അണിയണിയായി നിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് നിങ്ങൾ അറക്കുക. ഫീദാ വജബത്തു ജുനൂബുഹ, ഒട്ടകം മറിഞ്ഞു വീണാൽ ഫകുലൂ മിൻഹാ, നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കണം. ഉദ്ഹിയ്യത്ത് അറുത്ത ആൾ ആദ്യം ഭക്ഷിക്കണം. അതൊരു മുബാറക്കായ ഭക്ഷണമാണ് ഉദ്ഹിയ്യത്തിന്റെ ഭക്ഷണം. ഒരു വർഷം മനുഷ്യന് ലഭിക്കുന്ന ഭക്ഷണങ്ങളിൽ ഏറ്റവും അനുഗ്രഹീതമായ ഭക്ഷണമാണ് ഉദ്ഹിയ്യത്തിന്റെ മാംസം. അതുകൊണ്ട് ഉദ്ഹിയ്യത്തിന് ഷെയർ കൊടുത്ത ആള് അതിന്റെ ഉടമസ്ഥൻ ആദ്യം കഴിക്കണം. അത് കരളായിരിക്കലാണ് നല്ലത് എന്ന് ഫുഖഹാക്കൾ വ്യക്തമാക്കുന്നുണ്ട്. ഫകുലൂ മിൻഹാ, നിങ്ങൾ കഴിക്കും. എല്ലാം ദാനം ചെയ്യല്ല വേണ്ട, നിങ്ങൾ കഴിക്കണം. വഅത്ഇമുൽ ഖാനിഅ വൽ മുൽത്തറ, നിങ്ങളെല്ലാം കഴിക്കരുത്. കാനിനും മുൽത്തറിനും നിങ്ങൾ കൊടുക്കണം. ആരാണ് കാനിയ? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ആൾ, മിസ്കീൻ, ചോദിച്ചു വരൂല, അവന്റെ വീട്ടിൽ നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. വൽ മുൽത്തറ, ചോദിച്ചു വരുന്ന ആളുകളുണ്ട്, ഫക്കീറന്മാർ, അവർക്കും കൊടുക്കണം. ഉദ്ഹിയ്യത്തിന്റെ മാംസം വാങ്ങാൻ വേണ്ടി വരുന്ന ഒരാളെ നിരാശപ്പെടുത്തരുത്, ചോദിച്ചു വരുന്നവർക്കും കൊടുക്കണം.
ചോദിച്ചു വരാത്തവർക്ക് അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കണം. നിങ്ങളും കഴിക്കണം. നിങ്ങൾ നന്ദിയുള്ളവരായി തീരാൻ വേണ്ടിയാണ് ഞാനിത് നിങ്ങളോട് കൽപ്പിക്കുന്നത്. ഇത്ര കൃത്യമായിട്ടാണ് പടച്ചോൻ തമ്പുരാൻ വിശുദ്ധ ഖുർആനിലൂടെ 4ഓളം ആയത്തുകളിലൂടെ ഉളുഹിയത്തിനെ കുറിച്ച്, അത് അറക്കേണ്ട ആവശ്യകതയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി തരികയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കലും ഒരു മൃഗത്തെ അറുത്തിട്ടില്ല. 1-ൽ കൂടുതൽ മൃഗങ്ങളെ പ്രവാചകൻ അറുത്തിട്ടുള്ളൂ. 100 മൃഗത്തെ വരെ അർത്ഥ ഘട്ടമുണ്ട്. ഉളുഹിയത്തായിട്ട് 100 മൃഗങ്ങളെ വരെ പ്രവാചകൻ അർത്ഥ സന്ദർഭമുണ്ട്. പ്രവാചകൻ മിക്കവാറും ഇഷ്ടപ്പെട്ടിരുന്നത് ആടിനെ ഉളുഹിയത്തിറക്കാനാണ്. അതുകൊണ്ട് തന്നെ ഖൈറുൽ ഉളുഹിയത്തി അൽ കബ്ശു, ഉളുഹിയത്തിൽ ഏറ്റവും നല്ലത് ആടാണ് എന്ന് ഹദീസിൽ പറയുന്നു. ആടാണ് നല്ലത്. റസൂൽ ഇഷ്ടപ്പെട്ടിരുന്നത് ആടായിരുന്നു. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ആടിന് രോമം കൂടുതലുണ്ട്. 2, ആടിന്റെ രോമങ്ങൾക്ക് നീളമുള്ളതുമാണ്. ഇത് 2 കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആടിനെയാണ് പലപ്പോഴും ഇഷ്ടപ്പെട്ടിരുന്നത്. അതിന് ഉളുഹിയത്ത് എന്നുള്ളത് ഏതെങ്കിലും ഒരു കർമ്മം എന്ന നിലയ്ക്ക് ഒന്ന് ചുരുക്കി കളയേണ്ട ഒരു കാര്യമല്ല, വിശാലമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. സയ്യിദുനാ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉളുഹിയത്തിനെ കുറിച്ച് ചരിത്രം പറയുന്നത് 5000 ഒട്ടകങ്ങളെയും 5000 മാടുകളെയും 20,000-ഓളം വരുന്ന ആടുകളെയുമാണ് സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ ഒരു വർഷത്തെ ഉളുഹിയത്ത്. വലിയ പണക്കാരനായിരുന്നു സുലൈമാൻ നബി. അപ്പൊ ഉളുഹിയത്ത് ഒരു കർമ്മമായി ഇങ്ങനെ ചുരുക്കി ചെയ്യേണ്ട ഒരു കാര്യമല്ല, ഒരു ഷെയറിൽ ഒതുക്കേണ്ട, അല്ലെങ്കിൽ ഒരു നിസ്സാരമായ ഒരു തുകയിൽ ഒതുക്കേണ്ട ഒന്നല്ല. അതുകൊണ്ടാണ് ഉളുഹിയത്തിന്റെ മാട് വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ കാര്യമായിട്ട് പേശരുത് എന്നാണ്. ഇതൊരു ഇബാദത്തിന് വേണ്ടി വാങ്ങുന്ന ഒരു മൃഗമാണ്. കാര്യമായി വിലപേശാൻ നിൽക്കരുത്. 1-2 വില പറഞ്ഞു വാങ്ങുക. കാരണം ഇത്തിരി കൂടുതൽ കൊടുത്താലും അതൊന്നും വെറുതെയല്ല. അതൊക്കെ പടച്ചാമ്പുരാന്റെ അടുക്ക് വലിയ കൂലി കിട്ടുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ ഉളുഹിയത്തിന്റെ മൃഗത്തെ വിൽക്കുന്ന ആളുകൾ അമിതമായി വില പറയുകയും ചെയ്യരുത്. അത് അപകടം ചെയ്യും. അർഹതപ്പെടാത്തൊരു വില ഒരു മൃഗത്തിന് പറഞ്ഞു വാങ്ങിയാൽ അത് കിട്ടുന്നവനത് ഉപകാരപ്പെടൂല. അതുകൊണ്ട് വിൽക്കുന്നവരും അമിതമായി വില പറയരുത്. വാങ്ങുന്ന ആളുകളും അമിതമായി പേശി ആ മൃഗത്തിന്റെ ഉടമയ്ക്ക് നഷ്ടം വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ കാര്യമായ ഒരു ലാഭം കിട്ടാത്ത രീതിയിൽ ആ മൃഗത്തിന്റെ ഉടമയെ ശല്യം ചെയ്യുകയും ചെയ്യരുത്. കാരണം ഇതൊരു ഇബാദത്തിന് വേണ്ടിയുള്ള മൃഗമാണിത്. അള്ളാഹുവിന്റെ ഷിആറാണ്. അല്ലിമു ലഹായാക്കും, വലിയ ഉളുഹിയ മൃഗങ്ങളോട് നിങ്ങൾ ബഹുമാനം കാണിക്കണമെന്ന് ഹദീസിൽ പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉളുഹിയത്തിനെ കുറിച്ച് സഹാബത്തിനോട് സംസാരിച്ചു. അപ്പോൾ അവർ ചോദിച്ചു, ഫമാലനാ ഫീഹാ, നബിയെ താങ്കൾ ഉളുഹിയത്തിന്റെ മഹത്വം പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും ഉളുഹിയത്ത് അറുത്താൽ? ഞങ്ങൾക്ക് എന്ത് നേട്ടമുണ്ട്? ഫമാലനാ ഫീഹാ യാ റസൂലുള്ളാഹ്. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉളുഹിയത്ത് എന്നുള്ളത് സുന്നത്തു അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ വാപ്പയുടെ ചര്യയാണ് ഉളുഹിയത്ത്. ഇബ്രാഹിം നബിയുടെ ചര്യയാണ് ഉളുഹിയത്ത്. നിങ്ങൾക്കതിൽ കിട്ടാൻ പോകുന്ന മഹത്വം ലികുല്ലി ഷഅറത്തിൻ ഹസന, നിങ്ങൾ അറക്കുന്ന മൃഗത്തിന് എത്ര രോമങ്ങളുണ്ടോ, എത്ര മുടികളുണ്ടോ, ഓരോ മുടിക്കനുസരിച്ച് നിങ്ങൾക്ക് നന്മ കിട്ടും. ഒരു മുടിക്കനുസരിച്ച് നന്മ. അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, ഫസൂഫു യാ റസൂലല്ലാഹ്, മൃഗത്തിന് മുടിയല്ലല്ലോ നബിയെ, മൃഗത്തിനുള്ളത് രോമമല്ലേ, രോമത്തിന് എന്ത് കൂലി കിട്ടും? അപ്പോൾ പറഞ്ഞു, ലികുല്ലി സൂഫിൻ ഹസന, ഓരോ ചെറിയ ചെറിയ രോമങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് അല്ലാഹു തആല കൂലി നൽകും. വെറുതെയല്ല. ഒരു മൃഗത്തിന് എത്രമാത്രം രോമം കൂടുതലുണ്ടോ അതനുസരിച്ച് അല്ലാഹു തആല കൂലി നൽകും. ബീവി ഫാത്തിമയെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മോളെ നിന്റെ ഉളുഹിയത്താണ് അറക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഖൂമി ഫഷ്ഹദി ഉളുഹിയത്തക്ക്, നിന്റെ ഉളുഹിയത്ത് അറക്കുന്ന സ്ഥലത്ത് നീ ചെന്ന് നിൽക്ക്. നിനക്ക് വേണ്ടിയുള്ള മൃഗം അറക്കപ്പെടാൻ പോവുകയാണ്, നീ അവിടെ നിൽക്ക്. നിന്റെ ഉളുഹിയത്താണത്. കാരണം ആ ഉളുഹിയത്തിന്റെ ആദ്യ തുള്ളി ചോര താഴെ വീഴുന്നതിന് മുമ്പ് നിന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു തആല പുറത്തു തരും. ആദ്യ തുള്ളിച്ചോര താഴെ വീഴും മുമ്പ് നീ ജീവിതത്തിൽ ചെയ്തു പോയ സർവ്വ തിന്മകളും പടച്ച തമ്പുരാൻ പുറത്തു തരുമെന്ന് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. തുടർന്ന് പറയുന്നുണ്ട്, ഇതിന്റെ മാംസവും ഇതിന്റെ രക്തവും നാളെ മീസാനിൽ അല്ലാഹു തആല വയ്ക്കും. നിന്റെ നന്മ തിന്മകൾ തൂക്കപ്പെടുമ്പോൾ അതിൽ വയ്ക്കപ്പെടും. എന്നിട്ട് 70 ഇരട്ടിയായി അല്ലാഹു തആല അതിനെ അധികരിപ്പിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ഫാത്തിമ ബീവി ചോദിക്കുന്നുണ്ട്, അലനാ ഖാസൻ അഹ്ലൽ ബൈത്തി യാ റസൂലല്ലാഹ്, ഒരു ഉളുഹിയത്തറത്താൽ ഇത്രയും വലിയ കൂലി കിട്ടുമെന്ന് പറഞ്ഞത് നമുക്ക് മാത്രമാണോ നബിയെ? നബി കുടുംബത്തിൽപ്പെട്ടവർക്ക് മാത്രമാണോ? അംലിൽ മുസ്ലിമീന ആമ്മ, അതോ എല്ലാ മുസ്ലിമീങ്ങൾക്കുള്ള കൂലിയാണോ ഇത്? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിൽ മുസ്ലിമീന ആമ്മ, ലോകത്തെ ഏതൊരു മുസ്ലിം ലോകാവസാനം വരെ ഉളുഹിയത്ത് അറക്കുമോ അവർക്ക് എല്ലാവർക്കും അല്ലാഹു കൊടുക്കാനിരിക്കുന്ന കൂലിയാണ്. ആദ്യതുള്ളി ചോര ഭൂമിയിലേക്ക് വീഴുന്നതിന് മുമ്പ് ആ ഷേർദാതാവിന്റെ ആ ഉരുവിന്റെ ഉടമയുടെ മുഴുവൻ പാപങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുക്കും. മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുക്കും.
ഓരോ രോമത്തിനനുസരിച്ചും അല്ലാഹു തആല ഹസനാത്തുകൾ അധികരിപ്പിച്ചു കൊടുക്കും. അവനറുത്ത ആ മൃഗത്തിന്റെ മാംസവും രക്തവും നാളെ അവന്റെ മീസാനിലേക്ക് വക്കപ്പെടുകയും 70 ഇരട്ടി അതിന് ഭാരം തൂങ്ങുകയും ചെയ്യും. ഇതെല്ലാ വിശ്വാസികൾക്കും കിട്ടാൻ പോകുന്ന നന്മയാണ്. സഹോദരങ്ങളെ, അതിപ്രധാനമായ ഒരു കർമ്മമാണ്. നമ്മൾ പലപ്പോഴും ഈ വിഷയത്തിൽ ലാഘവമാണ്. ഇതിനെ വളരെ നിസ്സാരമായി കാണണം. ഏതോ നാട്ടിലെ കുറെ കോടീശ്വരന്മാര് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നാണ് നമ്മുടെയൊക്കെ വിചാരം. അല്ലല്ല, നമ്മൾ ഓരോരുത്തരും ചെയ്തിരിക്കേണ്ട അതിപ്രധാനമായ വളരെ വലിയ ഒരു ഇബാദത്താണ് ഉളുഹിയ എന്ന് പറയുന്നത്. മാ അമില ഇബ്നു ആദം യൗമൻ നഹരി, ബലിപെരുന്നാൾ ദിവസത്തിൽ ഒരു മനുഷ്യന് ചെയ്യാനില്ല, മിൻ അമലിൻ, ഒരമലും ചെയ്യാനില്ല, അഫ്ളല, പടച്ചവന് ഇഷ്ടപ്പെട്ട, മിനൻ നഹരി, ബലിയറക്കുന്നതിനേക്കാൾ. ബലിപെരുന്നാളിന്റെ ദിവസത്തിൽ ഒരു വിശ്വാസി ചെയ്യുന്ന റബ്ബിന് ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം നിസ്കാരമല്ല, ബലിയറക്കലാണ്. അതിനേക്കാൾ പുണ്യമായ ഒന്നും ചെയ്യാനില്ല. വഇന്നഹു യഅതി ബിഅദ്ലാഫിഹാ വഖുറൂനിഹാ, നാളെ അന്ത്യനാളിൽ ഈ മൃഗം വരും. ഇതിന്റെ കൊമ്പുകളുമായി, ഇതിന്റെ കൊളമ്പുകളുമായി മൃഗം വരും. സിറാത്തിൽ നിന്റെ വാഹനമായിരിക്കും അത്. ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രയാസപ്പെടുന്ന ഘട്ടമാണ് സിറാത്ത് കടക്കുന്ന രംഗം. അവിടെയാണ് റസൂലുള്ളാഹി നിൽക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ അവിടെ ഉണ്ടാകും. സല്ലിം സല്ലിം, എന്റെ ഉമ്മത്തിയാണ് കടന്നു വരുന്നത്, അവനെ കടത്തിവിടണമെന്ന് അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്ന രംഗമുണ്ട്. അവിടെ നമുക്ക് ഓരോരുത്തർക്കും കടന്നു പോകാനുള്ള വാഹനമാണ് നമ്മുടെ ഉളുഹിയ എന്ന് പറയുന്നത്. അല്ലിമു ലഹായാക്കും ഫഇന്നഹാ അല സിറാത്തി മത്തായാക്കും. നിങ്ങളുടെ ബലിമൃഗത്തെ നിങ്ങൾ പരമാവധി വലുതാക്കാൻ വേണ്ടി ശ്രമിക്കണം. കാരണം അത് സിറാത്തിലെ നിങ്ങളുടെ വാഹനമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഒരു മനുഷ്യൻ ചെലവഴിക്കുന്നു ഒരു മനുഷ്യൻ പൈസ ചെലവഴിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും പടച്ചമ്പുരാൻ ഇഷ്ടപ്പെട്ട കാര്യം ബലിപെരുന്നാൾ ദിവസത്തിൽ ഇറക്കുന്ന ഉളുഹിയക്ക് വേണ്ടി മുടക്കുന്ന പൈസയാണ്. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് ഒരു വർഷം പൈസ മുടക്കുന്നുണ്ട്. ദീനിന്റെ, ദുനിയാവിന്റെ പല കാര്യങ്ങൾക്ക് വേണ്ടി പൈസ മുടക്കാറുണ്ട്. റസൂലുള്ളാഹി പറയാണ്, ഒരു മനുഷ്യൻ ഒരു വർഷം പൈസ ചെലവഴിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉളുഹിയത്താണ്. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യവുമില്ല. തന്നെയല്ല, റസൂലുള്ളാഹി പറയുന്നുണ്ട്, മൻ ലഹ, ആരെങ്കിലും ഒരുത്തൻ ഉളുഹിയത്ത് അറുത്താൽ തയ്യിബത്തൻ ബിഹാ നഫ്സു, സന്തോഷത്തോടുകൂടി ഉളുഹിയത്ത് അറുത്തു. അവൻ അറക്കുന്നു, ഇവൻ അറക്കുന്നു, അതുകൊണ്ട് ഞാനും അറക്കുന്നു, അങ്ങനെയല്ല. എനിക്ക് അറക്കണം ഒരാഗ്രഹം. മനസംതൃപ്തിയോടുകൂടി ഒരു മനുഷ്യൻ ഉളുഹിയ നടത്തി കഴിഞ്ഞാൽ അവന്റെ കൂലി പറഞ്ഞു മുഹ്തസിബൻ, അള്ളാഹുവിന്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ട്, എന്റെ മൃഗത്തിന്റെ വലിപ്പം നാട്ടുകാരെ കാണിക്കാനല്ല, അള്ളാഹുവിന്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ മനസംതൃപ്തിയോടുകൂടി ഉളുഹിയ നടത്തി കഴിഞ്ഞാൽ കാനത്ത് ലഹു ഹിജാബം മിനന്നാർ, ഈ മൃഗം അവന് നരകത്തിൽ നിന്നുള്ള തടസ്സമായി മാറും. ഈ മൃഗം നാളെ അള്ളാഹുവിനോട് പറയും, പടച്ചവനെ അവനെ നരകത്തിൽ വിടരുത്, അവൻ എനിക്ക് ബലി നടത്തിയവനാണ്, നിനക്ക് വേണ്ടി എന്നെ ബലി നടത്തിയവനാണ് എന്ന് ഈ മൃഗം ആ മനുഷ്യനെ വേണ്ടി സംസാരിക്കുകയും നാളെ അവനെ നരകത്തെ തൊട്ട് തടയുകയും ചെയ്യുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ എത്ര ഗൗരവമുള്ള വിഷയമാണ് ഉളുഹിയ്യത്ത്. അതുകൊണ്ടാണ് അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി പറഞ്ഞത് വാജിബാണത്. അദ്ദേഹത്തിന് 2 ഹദീസുകളാണ് വിഷയത്തിൽ തെളിവായിട്ടുള്ളത്. ഒന്ന് പറഞ്ഞൊരു ഹദീസ്, അല അഹ്ലി കുല്ലി ബൈത്തി മിനൽ മുസ്ലിമീന ഉളുഹിയ്യ, എല്ലാ മുസ്ലിമീൻ വീട്ടുകാരും ഉളുഹിയ നടത്തണം. ഇതൊരു ഹദീസാണ്. എല്ലാ മുസ്ലിം വീട്ടുകാരും ഉളുഹിയ നടത്തണം, നടത്തിയേ പറ്റൂ. അതുകൊണ്ട് അതുപോലെ ഞാൻ പറഞ്ഞ വാജിബാണത്. അങ്ങനെ റസൂലുള്ളാഹി പറഞ്ഞെങ്കിൽ വാജിബാകണ്ടേ, സുന്നത്തായ പോരല്ലോ. തന്നെയല്ല, ഒരാൾക്ക് ഉളുഹിയ ഇറക്കാനുള്ള, മൻ വജദ സഅതൻ, ഉളുഹിയ ഇറക്കാനുള്ള പൈസ കയ്യിലുണ്ട്, ഫലം യുളഹി, എന്നിട്ട് അവൻ ബലിപെരുന്നാൾ ദിവസത്തിൽ ഖുർബാൻ നടത്തുന്നില്ലെങ്കിൽ ഫലാ യഹ്ദുർ അന്ന മുസല്ലാന, നിസ്കരിക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വരണ്ട. എത്ര ഗൗരവമുള്ള ഭാഷയാണ്. വെറുതെ കൈകെട്ടാൻ വേണ്ടി പള്ളിയിലേക്ക് വരണ്ട, കാശ് കയ്യിലുള്ളവൻ ഉളുഹിയ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാ മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അബൂ ഹനീഫ പറയും, ഇങ്ങനെ റസൂൽ പറയണമെങ്കിൽ ഒരു വാജിബായ കാര്യമായിരിക്കണം. അതുകൊണ്ട് ഒരു വാജിബാണ് എന്നാണ് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിയുടെ അഭിപ്രായം. ഒരിക്കലും ഉദാസീനത കാണിക്കരുത്. അല്ലാഹു തആല സൂറത്തുൽ ഹജ്ജിൽ പിന്നീട് പറയുന്ന കാര്യമാണ് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടത്. തുടർന്ന് അല്ലാഹു പറയുന്നുണ്ട്, ഇന്നല്ലാഹ യുദാഫിഉ അനിൽ ലദീന ആമനു ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല ഖവ്വാഹാനിൻ ഗഫൂർ. ഉളുഹിയെ കുറിച്ച് പറഞ്ഞിട്ട് അവസാനം അല്ലാഹു തആല പറയാണ്, ഇന്നല്ലാഹ യുദാഫിഉ അനിൽ ലദീന ആമനു, നിങ്ങൾ ഉളുഹിയ നടത്താൻ തയ്യാറാണെങ്കിൽ വിശ്വാസികൾക്ക് വരാനിരിക്കുന്ന സർവ്വ വിപത്തുകളും അല്ലാഹു തടഞ്ഞുകളയും, അല്ലാഹു പ്രതിരോധിക്കും. യുദാഫിഉ എന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കുമെന്ന് അർത്ഥം. വസീറുൽ ദിഫാ എന്ന് പറഞ്ഞ പ്രതിരോധ മന്ത്രി എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ദുനിയാവിലെയും ആഖിറത്തിലെയും സർവ്വ മുസീബത്തുകളെയും പടച്ചതമ്പുരാൻ യുദാഫിഉ, അല്ലാഹു തടഞ്ഞുകളയും. നിങ്ങൾ ഉളുഹിയ നടത്താൻ തയ്യാറാണെങ്കിൽ നമുക്ക് എന്തെല്ലാം മുസീബത്തുകൾ തടയാനുണ്ട്. കൃത്യമായി വർഷം ഉളുഹിയ നടത്തുന്ന ആളുകൾക്ക് കാര്യമായ ഒരു വിപത്തും സംഭവിക്കുക. എന്റെ അടുത്ത് അടുത്ത ദിവസം ഒരാൾ പറഞ്ഞു, കുട്ടി മച്ചിന്റെ മോളിൽ നിന്ന് വീണു, കോണിയിൽ നിന്ന് വീണു.
തലയടിച്ചു വീണു. സത്യത്തിൽ ആ കുട്ടിക്ക് ജീവൻ തിരിച്ചു കിട്ടേണ്ടതല്ല. അദ്ദേഹം പറയാണ്, ഞാൻ എല്ലാ വർഷവും ഉളുഹിയ നടത്തുന്നു, അതിന്റെ അല്ലാഹു തആല നൽകിയൊരു ഖൈറായിരിക്കാം. അതുകൊണ്ട് ക്യാൻസർ ഉള്ള ആളുകൾ, മാരകമായ രോഗമുള്ള ആളുകൾ നേർച്ചയാക്കി ഉളുഹിയത്തിറക്കുക, അത് ഭേദപ്പെടും. അല്ലാഹു തആല ഷിഫിയാക്കും. അല്ലാഹു ഷിഫിയാക്കുമാറാകട്ടെ. ഒരു സർവ്വ രോഗസംഹാരിയായിട്ടാണ് വിശുദ്ധ ഖുർആൻ ഉളുഹിയത്തിനെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് വരാനിരിക്കുന്ന മുസീബത്തുകളെ ഞാൻ തട്ടിക്കളയാം, ഞാൻ തടയാം. ഇന്നല്ലാഹു യുദാഫിഉ, ഞാൻ ഏൽക്കുകയാണ്, ഞാനത് തട്ടിക്കളയാം. സൂറത്തുൽ കൗസറിൽ അല്ലാഹു പറയുന്നുണ്ട്, ഇന്നാ അഅതൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഞാൻ നിനക്ക് കൗസർ നൽകിയിരിക്കുന്നു. കൗസർ എന്ന വാക്കിന് 14ഓളം അർത്ഥങ്ങളുണ്ട്. ഒരർത്ഥമാണ് ഹൗലുൽ കൗസർ എന്നുള്ളത്, ഒരർത്ഥമാണ് വർദ്ധനവ് എന്നുള്ളത്. ഇന്ന അഅതൈനാക്കൽ കൗസർ, ഞാൻ നിനക്ക് വർദ്ധനവ് തരാം. നീ ഉളുഹിയത്തിന് വേണ്ടി കൊടുക്കുന്ന 10,000 രൂപയുണ്ടല്ലോ, ഞാൻ അതിന്റെ 10 ഇരട്ടി വർദ്ധിപ്പിച്ചു തരാം. ഇന്ന അഅതൈനാക്കൽ കൗസർ, ഞാൻ നിനക്ക് വർദ്ധിപ്പിച്ചു തരാം. നീ എന്ത് ചെയ്യണം? ഫസല്ലി ലിറബ്ബിക, പെരുന്നാൾ ദിവസം നിന്റെ റബ്ബിന് വേണ്ടി നീ പെരുന്നാൾ നിസ്കരിക്കണം. വൻഹർ, എന്നിട്ട് ബലിയിറക്കണം. തയ്യാറാണോ? എങ്കിൽ ഇന്ന അഅതൈനാക്കൽ കൗസർ, നീ ആ ഉരുവിന് വേണ്ടി മുടക്കിയ പൈസയേക്കാൾ ഞാൻ നിനക്ക് വർദ്ധിപ്പിച്ചു തരാം. ഒരർത്ഥമാണ് ഇതിന്റെ. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, നിന്റെ ശത്രുവിനെ ഞാൻ തടഞ്ഞു തരാം, നിന്റെ ശത്രുവിനെ ഞാൻ കൈകാര്യം ചെയ്തു തരാം. പടച്ചോൻ ഏൽക്കുകയാണ്. നീ എന്ത് ചെയ്യണം? ബലി പെരുന്നാൾ നമസ്കരിക്കാനും ഉളുഹിയത്ത് നടത്താനും തയ്യാറാണെങ്കിൽ ഒരു നന്മ നിനക്ക് തരാം, ഒരു തിന്മ ഞാൻ മാറ്റിത്തരാം. നന്മ എന്താണ്? നിനക്ക് വർദ്ധനവ് തരാം. നിന്റെ ആയുസ്സിൽ, നിന്റെ സമ്പത്തിൽ, നിന്റെ ആരോഗ്യത്തിൽ ഒക്കെ ഞാൻ വർദ്ധനവ് തരാം. തന്നെയല്ല, ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, നിന്റെ ശത്രുവിനെ ഞാൻ കൈകാര്യം ചെയ്തു തരാം. പടച്ചോന്റെ ഓഫറാണ്. നമ്മൾ ഇന്ന് എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഈ രാജ്യത്ത്, ഈ വീട്ടിൽ, ഈ കുടുംബത്തിൽ, ഈ സമൂഹത്തിൽ, ഈ നാട്ടിൽ. നമ്മുടെ കുടുംബത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, നമുക്കെന്തെല്ലാം ആവശ്യങ്ങളുണ്ട്. ഇതിന് പടച്ചോൻ പറഞ്ഞു തരുന്നൊരു പ്രതിവിധിയാണ് ഉളുഹിയത്ത് എന്ന് പറയുന്നത്. നമ്മുടെ രോഗങ്ങൾ മാറാൻ, സാമ്പത്തിക പ്രയാസങ്ങൾ മാറാൻ, മാനസിക ബുദ്ധിമുട്ടുകൾ മാറാൻ, അപകടങ്ങൾ ഒഴിവാകാൻ, നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നേരിടുന്ന വിപത്തുകൾ നിങ്ങൾക്ക് ഒഴിവായി കിട്ടാൻ. അതും വേണമല്ലോ. ഇന്നല്ലാഹ യുദാഫി, പടച്ചോൻ പ്രതിരോധിക്കും. ഇന്ന് നമ്മൾ ജീവിക്കുന്ന രാജ്യം, നമ്മുടെ രാജ്യം, ഇവിടെ ഉളുഹിയത്ത് അറക്കുന്നതിന്, മൃഗബലി നടത്തുന്നതിന്, പശുവിനെ അറക്കുന്നതിനൊക്കെ ഓരോരോ പ്രദേശത്ത് നിരോധനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു പറയുന്നു, നിങ്ങൾ ഇതൊന്നും കേൾക്കാതെ നിങ്ങൾ ഉളുഹിയത്ത് സജീവമായി പങ്കെടുക്കുക. ആ ശത്രുവിനെ ഞാൻ കൈകാര്യം ചെയ്തു തരാം, സംഘപരിവാറിനെ ഞാൻ അടിച്ചമർത്തി തരാം. നിങ്ങൾ എന്ത് വേണം? സജീവമായി ഉളുഹിയത്ത് നടത്തണം, തക്ബീർ ഉറക്കെ ചെല്ലണം. ബലി പെരുന്നാളിന്റെ തക്ബീറുകൾ ഉറക്കെ ചൊല്ലണം. എന്നാലേ ശൈത്താനും മുസീബത്തും നാട്ടിൽ നിന്ന് പോകുള്ളൂ എന്നാണ്. മയ്യിത്ത് നിസ്കാരത്തിന്റെ തക്ബീർ പതുക്കെ ചെല്ലണം. മയ്യിത്ത് നിസ്കരിക്കുമ്പോൾ തക്ബീർ ഇമാം മാത്രമേ ഉറക്കെ പറയാൻ പാടുള്ളൂ, മാമൂമികളൊക്കെ പതുക്കെ പറയണം. സ്വന്തം കേൾക്കുന്ന രീതിയിലും അടുത്ത് നിൽക്കുന്ന ആൾ കേൾക്കാത്ത രീതിയിലാണ് മയ്യിത്ത് നിസ്കാരത്തിൽ തക്ബീർ ചെല്ലേണ്ടത്. പെരുന്നാളിന്റെ തക്ബീർ അങ്ങനെയല്ല. ഉളുഹിയത്ത് ഇറക്കുമ്പോൾ തക്ബീർ അങ്ങനെയല്ല, അത് ഉച്ചത്തിൽ തക്ബീറാണ്. നിങ്ങൾക്ക് അല്ലാഹു നൽകിയ ഈ സന്മാർഗത്തിന്റെ പേരിൽ നിങ്ങൾ ഉച്ചത്തിൽ തക്ബീർ ചെല്ലണം. ഈ തക്ബീർ കേട്ടിട്ട് പിശാചി നാട്ടിൽ നിന്ന് ഓടണം. സർവ്വ ഫിത്നയും മാറണം, സർവ്വ വർഗീയതയും മാറണം, എല്ലാം പോകണം. അതിന് തക്ബീർ ഉച്ചത്തിൽ ചൊല്ലി നിങ്ങൾ മൃഗത്തെ ബലിയിറക്കാനാണ് അല്ലാഹു പരിഹാരമായി നൽകുന്നത്. നമ്മൾ ആലോചിച്ച് നോക്ക്. നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ നടത്തിയൊരു പ്രസംഗത്തിൽ പറഞ്ഞത് രാജ്യത്തുള്ള ജനങ്ങളോട് അതിശക്തമായ സാമ്പത്തിക നിയന്ത്രണം വേണമെന്നാണ്. വിദേശയാത്രയ്ക്ക് ഒഴിവാക്കണം. എന്നിട്ട് അദ്ദേഹം വിദേശയാത്ര പോയി, അത് വേറെ കാര്യം. വിദേശയാത്രയ്ക്ക് ഒഴിവാക്കണം, പെട്രോളും ഡീസലൊക്കെ കുറച്ച് ഉപയോഗിക്കണം, സ്വർണ്ണമൊക്കെ വാങ്ങുന്നത് കുറയ്ക്കണം എന്നൊക്കെ കുറെ ഉപദേശങ്ങൾ നമുക്ക് നൽകുകയും ഇന്ന് പെട്രോളിന്റെ ഡീസലിലേക്ക് വില വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ സാമ്പത്തിക പ്രയാസത്തിലേക്ക് നാട് പോകുകയാണ്, നമ്മളും പോകുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റിസ്കും, നിങ്ങളുടെ റിസ്ക് ആകാശത്തിലുണ്ട്. ഇത് പടച്ചോൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ റിസ്ക് ആകാശത്തിലുണ്ട്. പെട്രോളും ഡീസലും വില കൂട്ടിയതുകൊണ്ടോ പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേട്ടിട്ടോ നിങ്ങൾ ആരും ആശങ്കപ്പെടേണ്ട. റിസ്കും, നിങ്ങളുടെ റിസ്ക് ആകാശത്തിലാണുള്ളത്. നിങ്ങൾ ചോദിച്ചു മേടിക്കണം. അത് കിട്ടാനുള്ള ഒരു വഴിയാണ് ഉളുഹിയത്ത് എന്ന് പറയുന്നത്. SIR നടപ്പിലാക്കിയതിലൂടെ ഇലക്ഷൻ നടന്നു രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് ബംഗാളിലെ മുസ്ലിമീങ്ങൾ 90 ലക്ഷത്തിലധികം മുസ്ലിം ആളുകളെയാണ് അവിടെ വെട്ടിമാറ്റിയത്. ബീഹാറിൽ വെട്ടിമാറ്റിയത് 60-68 ലക്ഷം മനുഷ്യന്മാരെയാണ് SIRന്റെ പേരിൽ വെട്ടിമാറ്റിയത്. അവർക്ക് വോട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ അവർക്ക് റേഷൻ കാർഡില്ല, അവർക്ക് സർക്കാരിന്റെ ആനുകൂല്യങ്ങളില്ല, ക്ഷേമ പെൻഷനുകളില്ല, അവർക്ക് ബാങ്ക് അക്കൗണ്ടുകൾ പോലും നിരോധിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് രാജ്യം സങ്കീർണമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇതിന്റെയൊക്കെ ഇരകളായിത്തീരുന്നത് ബഹുഭൂരിഭാഗവും ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ, വിശിഷ്ട മുസ്ലിമീങ്ങളാണ്. അതുകൊണ്ട് ഈ രാജ്യത്ത് പ്രശ്നങ്ങൾ മാറണമെങ്കിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കയ്യിലാണ് എല്ലാ ഭരണാധികാരികളുടെയും മനസ്സ് എന്ന് പറയുന്നത്. നമ്മളോട് അല്ലാഹു പറഞ്ഞൊരു മാർഗമാണ്, നിങ്ങൾ ഉളുഹിയ്യത്ത് ഇറക്കുക. ബലി നടത്തിക്കൊണ്ട്, ബലി നടത്തുക എന്ന് പറയുമ്പോൾ ബലി തന്നെയാകണം. ഇപ്പൊ ചില ആളുകളുണ്ട്, മുസ്തഫ മൗലയെ പോലുള്ള ചില ആളുകൾ ബലിക്ക് വേണ്ടി 10,000 ഒന്നും കൊടുക്കണ്ട, ഒരു 5,000 തന്നെ ഞങ്ങൾ ചാരിറ്റി നടത്തിക്കൊള്ളാം. ആളുകൾക്ക് കക്കൂസ് ഇല്ലാത്തവർക്ക് കക്കൂസ് കൊണ്ടു കൊടുക്കുക, രോഗികൾക്ക് ചികിത്സിക്കാൻ പൈസ കൊടുക്കുക, ഇതൊക്കെയാണ് ഉളുഹിയ്യത്ത് എന്ന് അദ്ദേഹം പറഞ്ഞത്. ഇതാണ് ഉളുഹിയ്യത്ത് എന്നാണ് മുസ്തഫ മൗലവി പറയുന്നത്. ആരും ഇത്തരം വിഘടനവാദങ്ങളിൽ ചേർന്നു പോകരുത്, ഇത്തരം വിഘടനവാദങ്ങൾ ആരും കേൾക്കരുത്. ഇതൊന്നുമല്ല ഉളുഹിയ്യത്ത്, അത് വേറെയാണ്. ചാരിറ്റി ആരും ഈ സമുദായത്തെ പഠിപ്പിക്കണ്ട. ചാരിറ്റി നടത്താൻ ഞങ്ങൾക്കറിയാം. ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത് ചാരിറ്റി അല്ല. അതുകൊണ്ടല്ലേ ഒരാള് 200 കിലോ ഇറച്ചി വാങ്ങി കൊടുത്തു, അത് ഉളുഹിയ്യത്താവൂല. 200 കിലോ ഇറച്ചി പൈസ കൊടുത്ത് വാങ്ങി വിതരണം ചെയ്താൽ ഉളുഹിയ്യത്താവൂല. ഉളുഹിയ്യത്ത് എന്ന് പറഞ്ഞൊരു മൃഗത്തിന്റെ രക്തം ഒടിപ്പിക്കൽ തന്നെയാണ്. മൃഗത്തെ അറക്കലാണ് ഉളുഹിയ്യത്ത്, ഇറച്ചി കൊടുക്കലല്ല ഉളുഹിയ്യത്ത്. അതുകൊണ്ട് ഇറച്ചി വാങ്ങുന്നതിലല്ല പുണ്യം, ഇറച്ചി കൊടുക്കുന്നതിലാണ് പുണ്യം, മൃഗത്തെ അറക്കുന്നതിലാണ് പുണ്യം. അങ്ങനെ അറക്കപ്പെടുമ്പോഴാണ് ആ ചോര പടച്ചോന് കുടിക്കാനല്ല. നിങ്ങൾ ദേവതകളുടെയും ദൈവങ്ങളുടെയും ശരീരത്ത് കൊണ്ടുപോയി ചോര ഒലിപ്പിക്കാറുണ്ടല്ലോ, വിഗ്രഹങ്ങൾക്ക് വേണ്ടി അറക്കുന്ന ആളുകൾ. അള്ളാഹു പറയുന്നുണ്ട്, ലൻ യനാലല്ലാഹു ലുഹൂമുഹ, നിങ്ങൾ അറക്കുന്ന മൃഗത്തിന്റെ മാംസം എനിക്ക് വേണ്ട, വലാ ദിമാഉഹ, രക്തവും എനിക്ക് വേണ്ട, അതൊക്കെ നിങ്ങൾ എടുത്തോളി. വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, എനിക്ക് വേണ്ടത് നിങ്ങളുടെ തഖ്വയാണ്. നിങ്ങൾ ഈ ബലി അറക്കുന്ന സമയത്തുള്ള നിങ്ങളുടെ മനസ്സിന്റെ സൂക്ഷ്മത, ആ തഖ്വയാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാട്ടിലെ പ്രശ്നങ്ങൾ മാറാൻ അതിനുള്ള ഒറ്റമൂലി എന്ന് പറയുന്നത് ഉളുഹിയ്യത്താണ്. നമ്മുടെ നാട് ഒരു പുതിയ ഭരണത്തിന് കീഴിലേക്ക് വരുമ്പോൾ ഭരണമാറ്റം എന്നുള്ളത് പ്രതീക്ഷ നൽകുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ അമിത പ്രതീക്ഷ ഒരു കാര്യത്തിലും പാടില്ല. അമിതമായ പ്രതീക്ഷ നിരാശയിലേക്ക് കൊണ്ടുവന്നെത്തിക്കും. പ്രതീക്ഷ വേണം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹിയോട് തന്റെ മകൻ വന്നൊരിക്കൽ പറയുന്നുണ്ട്, ഹജ്ജാജ് ഇബ്നു യൂസുഫിന് ശേഷമാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഭരണാധികാരിയായി വരുന്നത്. ഹജ്ജാജ് ചരിത്രത്തിലെ അക്രമിയായ ഒരു ഭരണാധികാരിയായിരുന്നു, ധാർഷ്ട്യക്കാരനായ ഭരണാധികാരിയായിരുന്നു ഹജ്ജാജ്. അതുകൊണ്ടാണ് അനസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചില ആളുകൾ വന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ ഹജ്ജാജിന്റെ ഭരണത്തിൽ പൊറുതിമുട്ടി, ഹജ്ജാജിനെ കൊണ്ട് പൊറുതിമുട്ടി, ഈ ധാർഷ്ട്യക്കാരന്റെ ഭരണം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എന്നാണ് ഞങ്ങൾക്കൊരു മോചനം കിട്ടുക എന്ന് അനസ് റളിയല്ലാഹുവിനോട് ചോദിച്ചപ്പോൾ അനസ് റളിയല്ലാഹു പറഞ്ഞു, ഇസ്ബിറു, ക്ഷമിച്ചോളി, വേറെ വഴിയൊന്നുമില്ല, ക്ഷമിക്കുക അല്ലാതെ വഴിയില്ല. ഫഇന്നഹു ലാ യഅതി സമാനുൻ ഇല്ലാ വല്ലത്തി ബഅദഹു ഖൈറുൻ ശർറുൻ മിൻഹു. ഓരോ കാലഘട്ടവും ഭരണാധികാരികൾ മോശമായിക്കൊണ്ടിരിക്കും, നല്ലവരെ പ്രതീക്ഷിക്കേണ്ടതില്ല. അടുത്ത വരുന്ന ഭരണാധികാരി ഇതിനേക്കാൾ മോശക്കാരനായിരിക്കും, ഹത്താ തൽഖൗ റബ്ബക്കും, റബ്ബിനെ കണ്ടുമുട്ടുന്നത് വരെ. പക്ഷേ ഹജ്ജാജിന് ശേഷമാണ് ഒരു നല്ല ഭരണാധികാരി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി ഭരണാധികാരിയായി വന്നത്. അമവി ഭരണാധികാരിയായിരുന്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി, നീതിമാനായ ഭരണാധികാരി. അത് അല്ലാഹു തആല ഇടക്കിടക്ക് മനുഷ്യന് കൊടുക്കുന്ന ഒരു ആശ്വാസമാണ്. ഇടക്കിടക്ക് എന്നാൽ എല്ലാ ഭരണാധികാരികളും നന്മകളുണ്ടാവും, എല്ലാവരിലും നന്മകളുണ്ടാവും. ഈ ഹജ്ജാജ് എന്ന് പറയുന്ന മനുഷ്യൻ അക്രമിയാണ്. അദ്ദേഹത്തെ കുറിച്ച് ചരിത്ര പണ്ഡിതനായ ഇമാം ദഹബി ഉദ്ധരിച്ചത്, കാന ലലൂമ, ഹജ്ജാജ് അക്രമിയായിരുന്നു, സഫാക്കൽ ലിദമി, രക്തം ചൊരിയുന്നയാളായിരുന്നു, ഖബീസ, വൃത്തികെട്ടവനായിരുന്നു എന്നാണ് ഇമാം ദഹബി ഹജ്ജാജിനെ കുറിച്ച് എഴുതി വെച്ചത്. വൃത്തികെട്ടവൻ, അക്രമി, രക്തം ചൊരിയുന്നവൻ. അത് പറയാൻ കാരണമുണ്ട്. അബ്ദുല്ലാഹിബ്നു സുബൈർ എന്ന് പറയുന്ന അസ്മാ ബീവിയുടെ മകനെ, അബൂബക്കറിന്റെ പേരക്കുട്ടിയെ പരിശുദ്ധ ഹറമിലിട്ട് കൊന്നയാൾ ഹജ്ജാജാണ്. കാരണം ഹജ്ജാജിന്റെ ഭരണത്തെ, അബ്ദുൽ മലിക്കിന്റെ ഭരണത്തെ, അമവി ഭരണകൂടത്തെ അംഗീകരിക്കാത്തതിന്റെ പേരിൽ അബൂബക്കർ സിദ്ദീഖിന്റെ മകൾ അസ്മയുടെ മകൻ അബ്ദുല്ലാഹിബ്നു സുബൈറിനെ പരിശുദ്ധ കഅബയുടെ പരിസരത്തിട്ട് കൊന്നയാളാണ് ഹജ്ജാജ് എന്ന് പറയുന്ന ഭരണാധികാരി. അത്ര ക്രൂരനായിരുന്നു, അത്ര ക്രൂരൻ. അതുകൊണ്ടാണ് ഇബ്രാഹിം നഖി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ ഹജ്ജാജ് മരിച്ച ദിവസം അല്ലാഹുവിനോട് നന്ദിയായി സുജൂദ് ചെയ്തു. ആ ക്രൂരൻ മരിച്ചുപോയല്ലോ എന്ന് വിചാരിച്ച് നന്ദിയായി സുജൂദ് ചെയ്തു ഇബ്രാഹിം നഖി. അത്ര ക്രൂരനായിരുന്നു. പക്ഷെ ആ മനുഷ്യന് ചില നന്മകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഏത് ഭരണാധികാരികളിലും നന്മകൾ ഉണ്ടാകും, നന്മകൾ എല്ലാവരിലും ഉണ്ടാകും. ഈ ഹജ്ജാജിനെ കുറിച്ച് തന്നെ ചരിത്രം പറയുന്നത് അദ്ദേഹം ഹാഫിളായിരുന്നു, ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളായിരുന്നു ഹജ്ജാജ്. പെട്ടെന്ന് ഖുർആൻ ഓതിയാൽ, ഖുർആനിന്റെ ഒരു ഭാഗം ഓതിക്കഴിഞ്ഞാൽ അടുത്ത ഭാഗം പെട്ടെന്ന് പറയാൻ കഴിയുന്നയാളായിരുന്നു ഹജ്ജാജ്. അതുകൊണ്ടാണ് ഒരു യുവാവിനെ ഹജ്ജാജിന്റെ പട്ടാളം അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ യുവാവിന്റെ ഉമ്മ ചെന്ന് ഹജ്ജാജിനോട് താണുകയാണ്, അപേക്ഷിക്കുന്നുണ്ട്, ഭരണാധികാരി എന്റെ മകനെ കൊല്ലരുത്, എന്റെ മകനെ കൊല്ലരുത്, കൊല്ലാൻ വിധിച്ചു ഹജ്ജാജ്. അപ്പോൾ ഈ ഉമ്മ പറയുന്ന വാക്കിങ്ങനെയാണ്, പരിശുദ്ധ ഖുർആനിന്റെ ആദ്യ ഭാഗത്തു നിന്ന് കെല്ല ഒഴിവാക്കി അള്ളാഹുവാണ് സത്യം. പരിശുദ്ധ ഖുർആന്റെ ആദ്യ 15 സൂറത്തുകളിൽ കെല്ല ഇല്ല, കെല്ല എന്ന് പറയുന്ന വാക്കില്ല.
സൂറത്ത് മറിയം മുതലാണ് കല്ല എന്നുള്ള വാക്ക് 33 പ്രാവശ്യം ഖുർആൻ പറയുന്നുണ്ട്. ആദ്യത്തെ 15 കല്ലയില്ല. അപ്പൊ ഈ സ്ത്രീ ഹജ്ജാജിനോട് പറയാണ്, പരിശുദ്ധ ഖുർആനിന്റെ ആദ്യത്തെ 15 ജുസുകളിൽ കല്ല ഇല്ലാതാക്കിയ പടച്ചോനാണ് സത്യം, എന്റെ മകനെ കൊല്ലരുത്. അപ്പോൾ ഭരണാധികാരി ഒട്ടകത്തിന്റെ പുറത്ത് കയറാൻ വേണ്ടി നിൽക്കുന്ന സമയമാണ് ഈ സ്ത്രീ ഇങ്ങനെ വന്ന് പറയുന്നത്. 2 സെക്കൻഡ് അവിടെ നിന്ന് ആലോചിച്ചു. അദ്ദേഹം ഖുർആൻ ഇങ്ങനെ ഓർത്തെടുത്തു, നോക്കി, മനസ്സിലാക്കിയില്ല, ആദ്യത്തെ 15 കല്ലയില്ല. ഉടനെ ആ സ്ത്രീയെ വെറുതെ വിട്ടു, ആ മകനെ വെറുതെ വിട്ടു. അപ്പൊ ഖുർആനുമായി വലിയ ബന്ധമുള്ള ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിന് നന്മയുണ്ടായിരുന്നു. അദ്ദേഹമാണ് പരിശുദ്ധ ഖുർആനിൽ ഈ പുള്ളിക്കുത്തുകൾ കൊണ്ടുവന്നയാള്. അദ്ദേഹത്തിന് മുമ്പ് പരിശുദ്ധ ഖുർആനിൽ കുത്തൊന്നുമില്ല, എഴുത്തും അക്ഷരം മാത്രമേ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഇത് കൊണ്ടുവന്നത്. അപ്പോൾ ഏതൊരാളിലും നന്മയുണ്ടാകും. ആരിലും അമിത പ്രതീക്ഷ വെച്ചു പുലർത്തേണ്ടതില്ല. അമിത പ്രതീക്ഷ നിരാശ ഉണ്ടാക്കി തീർക്കും. അതുകൊണ്ടാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹിയോട് തന്റെ മകൻ വന്ന് ചോദിക്കുന്നുണ്ട്, വാപ്പ, നിങ്ങൾക്ക് സത്യം അറിയാമല്ലോ, ഹജ്ജാജിന്റെ ഭരണമാണ് കഴിഞ്ഞത്. ഹജ്ജാജ് മരിക്കുന്നത് ഹിജ്റയുടെ 95-ാം വർഷം റമദാൻ 21 വെള്ളിയാഴ്ചയാണ് ഹജ്ജാജ് മരിക്കുന്നത്. 20 കൊല്ലമാണ് ഹജ്ജാജ് ഭരിച്ചത്. വളരെ മോശമായ ഭരണമായിരുന്നു. അത് കഴിഞ്ഞാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി ഭരണം തുടങ്ങിയപ്പോഴാണ് മകൻ വാപ്പയോട് പറയുന്നത്, വാപ്പ, നിങ്ങൾക്കറിയില്ലേ നാട്ടിൽ നടക്കുന്ന അനീതിയാണെന്ന്? എത്ര കൊള്ളരുതായ്മകളാണ് ഈ നാട്ടിൽ നടക്കുന്നത്. നിങ്ങൾക്ക് ഒന്ന് ഇല്ലാതാക്കിക്കൂടെ? നിങ്ങളിൽ ആളുകൾ പ്രതീക്ഷ വർപ്പിച്ചിട്ടല്ലേ നിങ്ങളെ ഭരണത്തിൽ ഏൽപ്പിച്ചത്? ഈ നാട്ടിലെ ആളുകൾ വളരെ പ്രതീക്ഷയോടാണ് നിങ്ങൾ ഭരണത്തിൽ ഏൽപ്പിച്ചത്. അപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി ബാപ്പയോട് മകനോട് പറഞ്ഞ മറുപടിയുണ്ട്, മകനെ, ഇതൊക്കെ എനിക്കറിയാം. പക്ഷേ ഹജ്ജാജിന്റെ ഭരണകാലത്ത് ഈ നാട്ടിലെ ഉദ്യോഗസ്ഥന്മാർ ക്രൂരന്മാരാണ്. പെട്ടെന്നൊരു ദിവസം കൊണ്ട് അവരെ മാറ്റിയെടുക്കാൻ കഴിയില്ല, സമയമെടുക്കും. ക്രമേണ ഞാൻ ഈ നാട്ടിലെ ആളുകളെ, ഈ നാട്ടിലെ ഉദ്യോഗസ്ഥരെ മാറ്റിയെടുക്കുമെന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി തന്റെ മകനോട് പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം മാറും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് നീങ്ങാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ബലാമുസീബത്തുകളും ഈ നാട്ടിൽ നിന്ന് നീക്കിക്കളയുമാറാകട്ടെ. വർഗീയത വിളയതലയമായി മാറാനിരിക്കുന്ന ഒരു നാട്, അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു നാട്, ഏറ്റവും പ്രധാനമായി നാട്ടിൽ ഉണ്ടാകേണ്ടത് വർഗീയത ഇല്ലാത്തൊരു മനുഷ്യരെയാണ്. വർഗീയത പറയാത്ത, വർഗീയത സംസാരിക്കാത്ത, വർഗീയതയ്ക്ക് വേണ്ടി നടക്കാത്ത മനുഷ്യരെയാണ് ഈ നാടിന് ആവശ്യം. അല്ലാഹു തആല ഈ നാട്ടിലെ സഹോദരങ്ങളെ, എല്ലാവരെയും, എല്ലാ മതക്കാരെയും, എല്ലാ വിശ്വാസികളെയും, വിശ്വാസമില്ലാത്തവരെയും ഏകോദര സഹോദരങ്ങളായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു നല്ല തുടക്കത്തിന് അല്ലാഹു കാരണമാക്കി തീർക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.